ഇന്നേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാംഗ്ര സൂംബയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ സൂംബ ഒരു ടൈപ്പല്ല, സൂംബ ഒത്തിരി ടൈപ്പ് ഉണ്ട്. അതിലൊരെണ്ണമാണ് ഭാംഗ്ര സൂംബ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എയറോബിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എയറോബിക്സ് ഞാൻ എടുക്കുമ്പോൾ ക്ലാസ്സിൽ സൂംബയും എയറോബിക്സിൻ്റെ കൂടെ മിക്സ് ചെയ്തൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന ഭാംഗ്ര സൂംബ ശരിക്കും നമ്മുടെ പഞ്ചാബി ഡാൻസില്ലേ, പഞ്ചാബി ഡാൻസിലെ മൂവ്മെൻറ്റ്സ് തന്നെയാണ്, കൈ അതൊക്കെ തന്നെയാണ് നമ്മൾ ഭാംഗ്ര സൂംബയ്ക്ക് യൂസ് ചെയ്യുന്നത്. ഭയങ്കര എനർജറ്റിക്കായിട്ടും ഒത്തിരി ബോഡിക്ക് നല്ല രീതിയിൽ വർക്ക് കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. നല്ല രസമാണ് നമ്മളിങ്ങനെ പഞ്ചാബി പാട്ടൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഞാനിതിലൊരു 4 ടൈപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു 4 ടൈപ്പ് ഇങ്ങനെ നമുക്ക് പോകെ ഓരോ വീഡിയോസിലും ഓരോ ടൈപ്പ് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് പഠിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് കാല് കാണിച്ചു തരാം, അതിന് ശേഷം നമ്മൾ കൈയും കൂടെ എടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പൊയ്ക്കോളൂ. നമ്മൾ പോകെയാണ് എല്ലാം നമ്മുടെ ബോഡിയിലോട്ട് നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബോഡിയിലോട്ട് വന്നോളൂ. ഫസ്റ്റ് കാലിത് ഇതാണ് കാലുണ്ട്. അപ്പോൾ ബോഡി ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മളൊന്ന് ബോഡി ഒന്ന് അനക്കി കൊടുക്കണം. കാല് മാത്രം അല്ലാണ്ട് ബോഡിയും കൂടെ ഒന്നിങ്ങനെ അനക്കി കൊടുക്കണം. നിങ്ങൾക്ക് ബോഡി അനക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാല് മാത്രം എടുത്തോളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതായത് സൈഡ് പോസ്റ്റ് ഒന്ന് കാണിച്ചു തരുമ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബോഡിയും കൂടെ ഒന്ന് കുലുങ്ങും. അതെങ്കിലും അപ്പോൾ 2 വെച്ച് ഞാൻ 1 സൈഡ് 2 വെച്ച് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 വെച്ച് എടുക്കാൻ പറ്റുന്നില്ല, കാരണം ചിലർക്ക് ബാലൻസ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഒന്നെടുത്താൽ മതി. ഒന്നെടുത്തെടുത്ത് പിന്നെ 2ലോട്ട് മാറുക കേട്ടോ. പിന്നെ കൈ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നമ്മൾ കാല് ബാക്കിലോട്ട് എടുക്കുമ്പോൾ കൈ ഒന്നിങ്ങനെ മുറുക്കി പിടിക്കും കേട്ടോ. കാല് ഫ്രണ്ടിലോട്ട് ആക്കുമ്പോൾ നമ്മൾ കൈ ഒന്ന് ഇങ്ങനെ പിരുത്ത് വയ്ക്കും ഇങ്ങനെ. അതായത് ഇപ്പോൾ ഞാൻ കണ്ടോ, കൈ കണ്ടോ, കാല് ബാക്കിലോട്ട് പോകുമ്പോൾ കൈ ഒന്ന് കണ്ടോ. ഇപ്പോൾ ഇതിപ്പോൾ 2 വെച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിലർക്ക് നമുക്ക് നിന്നെടുക്കാൻ പറ്റില്ല 2 പ്രാവശ്യം. അപ്പോൾ നമ്മളിങ്ങനെ ബാലൻസ് ഇടുക. അപ്പോൾ നിങ്ങൾ ഒന്നെടുത്താൽ മതി. എടുത്ത് നോക്കുക. ഒന്നേ പറ്റുന്നില്ലെങ്കിൽ 1 തന്നെ എടുക്കത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒരു ബാലൻസിൽ ഇത് വളരെ നമ്മൾ സ്ലോവിൽ എടുക്കുന്നതല്ല കേട്ടോ ശരിക്കും നമ്മൾ. കാരണം പഞ്ചാബി സോങ് എന്നൊക്കെ അറിയുമ്പോൾ ഹൈ സ്പീഡിൽ ഇങ്ങനെ മാറി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ്, ആ സ്പീഡിൽ തന്നെയാണ് നമ്മളെപ്പോഴും എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ ആ സ്പീഡിൽ എടുക്കണമെന്നും പറയില്ല. നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും സ്ലോയിലെടുത്ത് പഠിക്കുക കേട്ടോ. അതാണ് തന്നെ. അതിന് സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ശരിക്കും സിനിമകളിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സൈഡ് മൂവ്മെൻറ്റ് പോകണമെങ്കിൽ ഇങ്ങനെ കാല് താത്ത് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ. എന്ന് കാണാൻ മനസ്സിലാവും എൻ്റെ കൈയും കാലും ഒക്കെ. അതുപോലെ മൂവ്മെൻറ്റ് കൊടുത്ത് 2 വശത്തേക്കും പോകുന്നതാണ് കേട്ടോ. അത് ഫസ്റ്റ് ഇവിടെ കാലൊന്ന് ജസ്റ്റ് ഒന്ന് താന്നിക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ നമ്മൾ നടക്കുക ചെയ്യുന്നത്, സൈഡിലോട്ട് നടക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാലൊന്നിങ്ങനെ വളയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നിവർത്തി നടക്കുന്ന പോലെ ജസ്റ്റ് കാലൊന്ന് വളച്ച് നടക്കുക, സൈഡിലോട്ടാണ് മൂവ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാല് കാണിച്ചു തരാം, അതിന് ശേഷം നമ്മൾ കൈ എടുക്കാം കേട്ടോ. ഇത് കണക്കുണ്ടോ. ഇത് നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും പോകാം. ഞാനിപ്പോൾ ഇത്ര ദൂരെ പോകുന്നുള്ളൂ എന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് എത്ര ദൂരം എടുക്കാൻ പറ്റുക വെച്ചാൽ അത്രയും ദൂരം എടുക്കാം കേട്ടോ. നമ്മളെടുക്കുമ്പോൾ ജസ്റ്റ് ഇടുപ്പും കൂടെ ഒന്ന് അനക്കാൻ നോക്കുക. ഇടുപ്പ് അനക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ കാലേ പറ്റുന്നുണ്ടെങ്കിൽ കാലെടുത്തോളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ചേഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ കൈയെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാടിനത്തിൽ കണ്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും കേട്ടോ. കൈ എടുക്കുമ്പോൾ അത് ഞാനിപ്പോൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് കൈ. ഇത് നമ്മളെ ഷോൾഡർ ജസ്റ്റ് ഒന്നിങ്ങനെ അനക്കി കൊടുക്കണം. നമ്മൾ ആ മൂവ്മെൻറ്റ് കൊടുക്കുന്നതനുസരിച്ച്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നമ്മൾ നടന്ന് എൻഡായി തിരിച്ച് വരുന്ന ടൈം ആകുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ ഒരു ഫ്ലോ കണക്ക് ഇങ്ങനെ ഒഴുക്കി അങ്ങ് തിരിച്ചു കൊടുക്കും. അവിടെ നിർത്തിയിട്ട് നമ്മൾ തിരിച്ച് വെക്കാൻ നിൽക്കുന്നത് ഇതേ കണക്കുണ്ടോ. നമ്മളെ എൻഡാകുമ്പോൾ കൈ അവിടെ നിന്ന് കൊണ്ടുവന്ന് അങ്ങ് അപ്പുറത്തേക്ക് കൊടുക്കുക കണ്ടോ. ഇതേ കണക്ക്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ നിൽക്കുമ്പോൾ മുട്ട് കഴിക്കും, കാലിനൊരു കഴപ്പുണ്ട്. നമ്മൾ ആ തീട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. ചിലർക്ക് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിവർന്ന് നിന്നാൽ മതി കേട്ടോ. നിവർന്ന് നിൽക്കുമ്പോൾ അപ്പോൾ തന്നെ അതങ്ങ് ഇതായിക്കോളും. അല്ലാണ്ട് അതിൽ പേടിക്കൊന്നും വേണ്ട, കാല് വേദന അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ കുറച്ച് നേരം അങ്ങനെ നിന്ന് ശീലമില്ലാണ്ടാകുമ്പോൾ പിന്നെ അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഞാൻ വളരെ കുറച്ചേ കാണിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇത് ചെയ്തു പോകും. ഈ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ ഓരോ മൂമെൻറ്റ്സ് നിങ്ങൾ ഒത്തിരി അധികം റിപ്പീറ്റ് ആദ്യം അത് ചെയ്യുക, 2 ചെയ്യുക, 3 ചെയ്യുക, വീണ്ടും ഫസ്റ്റ് തൊട്ട് വീണ്ടും തുടങ്ങുക, അങ്ങനെ പോകും. ഇനി നിങ്ങൾക്ക് നിന്ന് ചെയ്യുന്നോട്ടെ. ഈ സെയിം കാണിച്ച മൂമെൻറ്റ്സ് ഞാനിപ്പോൾ മൂമെൻറ്റ്സ് അത് മൂവ്മെൻറ്റ് കൊടുക്കാണ്ട് നിന്നിട്ട് കണ്ടോ. അപ്പോൾ ബോഡി ഒന്നിങ്ങനെ ചെരിച്ച് കൊടുക്കുക കണ്ടോ. ആ മുട്ടൊന്ന് വളച്ച് കണ്ടോ, അങ്ങനെ ചെരിച്ച് കൊടുക്കണം കണ്ടോ. നെക്സ്റ്റ് വരുന്നത് അതാണ് കേട്ടോ. ഷോൾഡർ കണക്ക് മുട്ടൊന്ന് ചെരിച്ച് കൊടുക്കുക കേട്ടോ. ഇത് വളരെ സിമ്പിളായിട്ടുള്ള, നിങ്ങൾ ആ മൂവ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് 4ാമത്തെ കൂടെ ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ സൈഡ് നിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലായി. നമ്മൾ കൂടുതലും സൈഡിൽ നിന്ന് തന്നെയാണ് എടുക്കാറുള്ളത് കേട്ടോ. സൈഡിൽ തന്നെ എടുക്കുന്നത്. നമ്മുടെ കാല് മുന്നോട്ട് വയ്ക്കുമ്പോൾ കണ്ടോ, സ്ലോയിൽ കണ്ടോ. ഇത്
ഇത് നമ്മളൊന്ന് ചാടിയാണ് ശരിക്കും എടുക്കുക. നമ്മളൊന്ന് അതായത് മറ്റേ കാലം കൂടെ ഒന്നിങ്ങനെ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ബോഡി ഒന്നിങ്ങനെ അനക്കിക്കൊണ്ട് ആണ് നമ്മളിത് എടുക്കുക. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല രീതിയിൽ കാലൊക്കെ ഇങ്ങനെ. ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിലൊന്നും പോകുന്നില്ല, വളരെ സ്ലോയിലാണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. നമ്മളൊരു ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ട് നമ്മൾ കാലൊക്കെ കുറച്ചുകൂടെ ഇങ്ങനെ പൊക്കിയൊക്കെയാണ് ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കാറ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെയും കാണിച്ചു തരുമ്പോൾ ഇത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ അത്രയും സ്ലോവിലും അത്രത്തോളം അങ്ങ് ഇതാക്കിയും കാണിക്കാത്ത കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഇതൊക്കെ എടുക്കുമ്പോൾ വെച്ചാൽ ഭയങ്കര ഇതായിട്ടാണ് നമ്മൾ എടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച് വരുമ്പോൾ എപ്പോഴും പഠിച്ച് പിന്നെ ആകുമ്പോൾ നമ്മളൊന്ന് ബോഡിയൊക്കെ ഒന്ന് വഴങ്ങി വരുമ്പോൾ നമുക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. വേണ്ട ഇത് കണ്ടോ, കൈ ഒറ്റ കൈയാണ് വൺ സൈഡ് എടുക്കുമ്പോൾ ഒരു കൈ, വലതുവശം എടുക്കുമ്പോൾ വലത് കൈ മാത്രമേ നമ്മൾ പുറകോട്ട് മുന്നോട്ട് പോകുന്നു, മറ്റേ കൈ അങ്ങനെ തന്നെ നീട്ടി വെച്ചേക്കണ്ടോ. ഇടതുവശം എടുക്കുമ്പോൾ നമ്മൾ ഇടത് കൈ മാത്രമേ വർക്കാവുള്ളൂ. കാല് മുന്നോട്ട് പോകുമ്പോൾ കൈ മുന്നോട്ട്, പുറകോട്ട് വരുമ്പോൾ പുറകോട്ട്, അത്രേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഓരോ വശം എത്ര ഇത് ഫുള്ളൊരു 4 എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും റിപ്പീറ്റ്, വീണ്ടും ഫസ്റ്റ് തൊട്ട് എടുക്കുക. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ല, നമ്മൾ ബാങ്ക്ര സൂമ്പ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസിനൊക്കെ ഏറ്റവും നല്ല. കാരണം അത്രത്തോളം നമ്മൾ എനർജി കൊടുത്തൊക്കെയാണ് നമ്മൾ നോർമൽ കേസിൽ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്, എത്ര പറഞ്ഞാലും മതിയായാലോ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു.